There are two types of diffraction. നമ്മൾ diffraction of light എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് types of diffraction. So there are two types of diffraction. The first one is we can say Fresnel diffraction and the second one we can say Fraunhofer diffraction. So what is the difference between these two, Fresnel and Fraunhofer? What is Fresnel diffraction? Here S is there but S is silent, so that is why we will call it as Fresnel diffraction. We can say it is a type of diffraction takes place at the slit when the source or the screen or both lie at finite distance from the obstacle. അതായത് ഡിസ്റ്റൻസ് എന്തായിരിക്കണം, വല്ലാണ്ട് വലുതാവരുത്, ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കാണാം സോഴ്സും സ്ലിറ്റും തമ്മിലുള്ള ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്ക്രീനും ഇതും തമ്മിലുള്ള ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവണമെങ്കിൽ വിൽ കോൾ ഇറ്റ് എസ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. സ്ലിറ്റിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ സ്ക്രീനിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്തുണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഈ രണ്ട് സൈഡിലും നമുക്ക് ജോമെട്രിക്കൽ ഷാഡോ ആണ് ഈ രണ്ട് സൈഡിലും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഡിഫ്രാക്ഷൻ ആണെന്ന് പറയാം, ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആണെന്ന് പറയാം. പിന്നെ ഇപ്പം നമുക്കറിയാം ഒരു തിൻ വയറോ അല്ലെങ്കിൽ സോഴ്സ് പോയിൻറ്റ് സോഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും, സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അതും നമുക്കിതിനകത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. ദെൻ വിൽ മൂവ് ഓൺ ടു ദ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. എന്താണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ? ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിഫ്രാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് സ്ലിറ്റ് വെൻ എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. ആ ഒരു സ്ലിറ്റിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട്, അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടണമെങ്കിൽ സോഴ്സ് എവിടെയായിരിക്കണം, ഇൻഫിനിറ്റ് ആയിരിക്കണം. വി ഹാവ് സ്റ്റഡീഡ് ദ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദി വേവ് ഫ്രണ്ട്. പോയിൻ്റ് സോഴ്സ് ആണെങ്കിൽ spherical wavefront, linear source ആണെങ്കിൽ cylindrical wavefront, and when the point source is at infinity we know that it is what is it, plane wavefront. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് when a plane wavefront is incident on it and wavefront emerging from the slit is also plane. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രാൻഹോഫറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വരുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ ആയിരിക്കണം, ഇനി സ്ലിറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കണം. അപ്പോൾ സോഴ്സ് എവിടെയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി അറ്റ് ഇൻഫിനിറ്റ്. ദെൻ ഹിയർ ബോത്ത് ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ ബി അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. സോഴ്സും സ്ക്രീനും, അതായത് ഇത് സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി, അപ്പോഴാണല്ലോ നമുക്ക് പാരലൽ ലൈൻസും പ്ലെയിൻ വേവ് ഫ്രണ്ടും കിട്ടുന്നത്. ആ വേവ് ഫ്രണ്ട് ഇവിടെ വന്ന് തട്ടി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം, പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനി നമുക്ക് സ്ക്രീനും എവിടെയായിരിക്കണം, കുറച്ചധികം ഡിസ്റ്റൻസിലായിരിക്കണം, എന്നാലാണ് ഇവിടുത്തെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. അപ്പോൾ സ്ലിറ്റിൽ നിന്നും സോഴ്സും സ്ക്രീനും ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം. So once again we can say what is Fraunhofer diffraction. We can say what is it, a plane wavefront will incident on it and the plane wavefront will emerge from the slit, and we can say that the source and the screen it will be infinite distance from the slit. Then one more thing we can say here, if you want to get the light ശരിക്കും പാരലൽ ആണെങ്കിൽ നമുക്കിനി സോഴ്സ് ഇൻഫിനിറ്റി അല്ല എന്നുണ്ടെങ്കിൽ സോഴ്സിൻ്റെ അടുത്ത് നമുക്കൊരു കോൺവെക്സ് ലെൻസ് വെച്ചാൽ വി വിൽ ഗെറ്റ് ദ പാരലൽ ലൈറ്റ്സ് ഓർ വി വിൽ ഗെറ്റ് ദ പ്ലെയിൻ വേവ് ഫ്രണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ആ ലൈറ്റ് എല്ലാം കൂടെ കൺവേർട്ട് ചെയ്തൊരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ വി ക്യാൻ പ്ലേസ് എ കോൺവെക്സ് ലെൻസ് ആൾസോ ഹിയർ. ആ ഒരു പാരലലായിട്ട് വന്ന് വീഴുന്ന അവിടെ നമുക്കൊരു കോൺവെക്സ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ദ ലൈറ്റ് വിൽ ബി കൺവേർജിങ് ടു വൺ പോയിൻറ്റ്. അങ്ങനെ നമുക്കൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഹിയർ വി വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനും അതുപോലെ തന്നെ ഫ്രെനൽ ഡിഫ്രാക്ഷനും. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബട്ട് വി ഷുഡ് നോ ദാറ്റ് ഡിഫ്രാക്ഷനിൽ രണ്ട് ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ ഉണ്ടെന്നും. ഒന്ന് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ സോഴ്സും സ്ലിറ്റും തമ്മിൽ ഫൈനൈറ്റ് ആണെങ്കിൽ വി ക്യാൻ സേ വാട്ട് ഈസ് ഇറ്റ്, ഇറ്റ് ഈസ് ഫ്രെനൽ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് വി ക്യാൻ കോൾ ഇറ്റ് എസ് ഫ്രാൻഹോഫർ diffraction. So that is the main difference between these two. Now let us move on to the Fraunhofer. We are going to study only the Fraunhofer diffraction in detail.